ഇന്റർനെറ്റിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് വിജ്ഞാനം നൽകുന്ന അമേരിക്കൻ പ്രൊഫസർ ശ്രദ്ധേയനാകുന്നു. തന്റെ വ്യത്യസ്തമായ അധ്യാപന രീതിയാണ് ഇദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. ഇന്റർനെറ്റിലൂടെ പ്രശസ്തനായ ഒരു അധ്യാപകനെ പരിചയപ്പെടാം. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഭൗതികശാസ്ത്ര പ്രൊഫസർ വോൾട്ടർ ലെവിൻ ലോകമെമ്പാടുമുള്ള വിജ്ഞാനദാഹികൾക്ക് മുന്നിൽ യൂട്യൂബിലൂടെ എങ്ങനെയൊരു സൂപ്പർ താരമായി എന്ന് നമുക്ക് ആദ്യം അറിയാം. One of the most remarkable things I just mentioned to you is that the period of the oscillations is independent of the mass of the object. That would mean if I join the bob and I swing down with the bob, that you should get that same period. Or should you not? I'm asking you a question before we do this awful experiment. You count. Wow, my expectations are high. I want to hear you loud. You ready for this? Yeah. 3. ഭൗതികശാസ്ത്ര നിയമങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ പ്രൊഫസർ ലെവിൻ നടത്തുന്ന ക്ലാസുകൾ ഏത് അധ്യാപകരെയും അസൂയപ്പെടുത്തും. അത്ര അനായാസമാം വിധം ലളിതമായാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഊർജ്ജസ്വലതയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ഭൗതികശാസ്ത്ര തത്വങ്ങൾ വിശദമാക്കി കൊടുക്കാനായി ക്ലാസ്സിൽ പെൻഡുലത്തിൽ തലകീഴായി തൂങ്ങിയാടാനോ കയ്യിൽ കൊള്ളുന്നത്ര സിഗരറ്റ് എടുത്ത് ഒരുമിച്ച് വലിക്കാനോ ആപ്പിൾ ജ്യൂസും കയ്യിൽ പിടിച്ചുകൊണ്ട് മേശപ്പുറത്തു നിന്ന് തറയിലേക്ക് ചാടാനോ 76-കാരനായ അദ്ദേഹത്തിന് മടിയില്ല. 3, 2, 1. And here is the femur of an elephant. 0. So I need a volunteer. 1, 2, relax. What does it remind you of? കഴിഞ്ഞ 43 വർഷമായി MITയിലെ ഭൗതികശാസ്ത്ര അധ്യാപകനാണ് ലെവിൻ. അദ്ദേഹത്തിന്റെ 3 ആമുഖ കോഴ്സുകളിലെ 94 ലെക്ചറുകൾ 1999 മുതൽ MIT വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. 2004-ൽ MIT അതിന്റെ ഓപ്പൺ കോഴ്സ് വെയർ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ഓൺലൈനിൽ ലെവിൻ ക്ലാസുകൾ പോസ്റ്റ് ചെയ്യാനും ആരംഭിച്ചു. ഇതോടെ ഇന്റർനെറ്റ് കണക്ഷനുള്ള ആർക്കും ലെവിന്റെ പ്രസിദ്ധമായ ആ ക്ലാസുകൾ ലഭ്യമാണെന്ന് വന്നു. MIT ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന ആദ്യ ക്ലാസുകളിലൊന്നായിരുന്നു ലെവിൻ്റേത്. ആ വീഡിയോകൾ പിന്നീട് യൂട്യൂബ്, iTunes U, അക്കാഡമിക് എർത്ത് എന്നിവയിലും പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് പ്രതിവർഷം 20 ലക്ഷം പേരാണ് ലെവിന്റെ ക്ലാസുകൾ ഓൺലൈനിൽ ശ്രവിക്കുന്നത്. MITയിൽ ഒരു സെമസ്റ്ററിന് 600 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലെവിൻ ഓൺലൈനിൽ നേടുന്ന വിജയം മനസ്സിലാക്കി 5 വർഷം മുമ്പ് ന്യൂയോർക്ക് ടൈംസ് അദ്ദേഹത്തെ 1-ാം പേജ് ഫീച്ചറായി അവതരിപ്പിച്ചു. അന്താരാഷ്ട്ര വെബ് സ്റ്റാർ എന്നാണ് അദ്ദേഹത്തെ പത്രം വിശേഷിപ്പിച്ചത്. പിന്നീട് ഒട്ടേറെ മുൻനിര മാധ്യമങ്ങൾ അധ്യാപനത്തെ മാന്ത്രിക അനുഭവമാക്കുന്ന ആ അധ്യാപകനെ വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 2009-ൽ ലെവിൻ ഔദ്യോഗികമായി വിരമിച്ചു. ഇപ്പോൾ എമറൈറ്റ്സ് പ്രൊഫസറായ അദ്ദേഹം ആഴ്ചയിൽ 2 ദിവസം മുടങ്ങാതെ ക്യാമ്പസിലെത്തുന്നു. ദക്ഷിണ കൊറിയ, നെതർലാൻഡ് തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നും ക്ലാസ് എടുക്കാൻ അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കാറുണ്ട്. തന്റെ ക്ലാസുകളെ ആധാരമാക്കിയാണ് 2011-ൽ ഫോർ ദ ലവ് ഓഫ് ഫിസിക്സ് ലെവിൻ പ്രസിദ്ധീകരിച്ചത്. വാറൈൻ കോൾസ്റ്റീനുമായി ചേർന്നാണ് ആ ഗ്രന്ഥം അദ്ദേഹം തയ്യാറാക്കിയത്. സിറിയയിൽ വീണ്ടും കൂട്ടക്കുരുതി. മധ്യ ഹമ പ്രവിശ്യയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 പേരെയാണ് അസദ് സൈന്യം വധിച്ചത്. മധ്യ സിറിയയിലെ അൽകുബിർ ഗ്രാമത്തിൽ പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ സൈന്യം കുട്ടികളും സ്ത്രീകളുമടക്കം 100 പേരെ കൂട്ടക്കൊല ചെയ്തു. മധ്യ ഹമ പ്രവിശ്യയിലാണ് 20 കുട്ടികളും അത്രയും തന്നെ സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ മൃഗീയമായി കൊലപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ ദേശീയ കൗൺസിൽ അറിയിച്ചു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 87 പേരെയാണ് കൊന്നതെന്നും അതല്ല 78 പേരെയാണ് കൊന്നതെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 12 മൃതദേഹങ്ങൾ കത്തിച്ചതായും പറയപ്പെടുന്നു. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ UN നിരീക്ഷകരെ അയക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. 2 ആഴ്ചക്കിടെ 2ാമത്തെ കൂട്ടക്കൊലയാണിത്. ഹൗളയിൽ മെയ് 25-ന് ആരംഭിച്ച 2 ദിവസം നീണ്ട കൂട്ടക്കൊലയിൽ 108 പേരെങ്കിലും കൊല്ലപ്പെട്ടിരുന്നു. സിറിയൻ കേസിൽ ഇടപെടുന്നതിന് തങ്ങൾ എതിരാണെന്ന നിലപാട് ചൈനയും റഷ്യയും തുടരവെയാണ് പുതിയ കൂട്ടക്കൊലയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. പാശ്ചാത്യ അറബ് രാജ്യങ്ങൾ സിറിയയിൽ ശക്തമായ രാജ്യാന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ്. പ്രസിഡന്റ് അസദിനെതിരെ 15 മാസമായി നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സർക്കാർ അതിക്രൂരമായ മാർഗങ്ങൾ അവലംബിക്കുകയാണ്. ഇപ്പോഴും യഥാർത്ഥ ചിത്രം പുറം ലോകത്തിന് ലഭ്യമല്ല. രാജ്യാന്തര മാധ്യമ പ്രവർത്തകർക്ക് സിറിയയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനയായ ഫോമയുടെ 2012-2014 വർഷത്തേക്കുള്ള കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ
ജൂൺ 15 മുമ്പായി നോമിനേഷൻ ഫോം അയക്കണമെന്ന ഇലക്ഷൻ കമ്മീഷണർമാരായ ജോർജ് പർണേൽ, ബെന്നി വാച്ചാച്ചിറ, യോഹന്നാൻ ശങ്കരത്തിൽ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഫോമയുടെ 3ാമത് അന്തർദേശീയ കൺവെൻഷനോടനുബന്ധിച്ച് നടക്കുന്ന ഇലക്ഷൻ ഇപ്രാവശ്യം കാർണിവൽ ഗ്ലോറി എന്ന വിശ്വോത്തര കപ്പലിലായിരിക്കും. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ ഫോമയിൽ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് 50 സംഘടനകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫോമ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും നാഷണൽ കമ്മിറ്റിയിലേക്കും അഡ്വൈസറി കൗൺസിലിലേക്കും നടക്കുന്ന ഇലക്ഷനിലേക്കുള്ള നോമിനേഷൻ ഫോം ഫോമയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഷെറിൽ ചെറിയാന് ചരിത്ര വിജയത്തോടെ ഹിൽസ്ബർഗ് ഹൈസ്കൂളിൽ നിന്നും ഇന്റർനാഷണൽ ബാക്കലറേറ്റ് പാഠ്യപദ്ധതി പാസ്സായി. അമേരിക്കൻ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു വീട്ടിലെ 3 കുട്ടികളും ഒരേ സ്കൂളിൽ നിന്നും വാലഡിക്ടോറിയനായി പദവി കരസ്ഥമാക്കുന്നത്. കൊടുകുളഞ്ഞി സ്വദേശികളും ഇപ്പോൾ തമ്പായിൽ സ്ഥിരതാമസക്കാരുമായ ഡാനിയൽ അമ്മിണി ചെറിയാൻ ദമ്പതികളുടെ ഇളയ മകളാണ് ഷെറിൽ ചെറിയാൻ. വേൾഡ് മലയാളി ഗ്ലോബൽ എത്തിക്സ് കമ്മിറ്റി ചെയർമാനായി വർഗീസ് അലക്സാണ്ടറെ നിയമിച്ചു. ഡാലസിൽ നടന്ന വേൾഡ് മലയാളി ഗ്ലോബൽ കോൺഫറൻസിൽ വെച്ചാണ് ഗ്ലോബൽ ചെയർമാൻ വർഗീസ് അലക്സാണ്ടറുടെ നിയമനം പ്രഖ്യാപിച്ചത്. വേൾഡ് മലയാളി ഗ്ലോബൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി 4 വർഷം തുടർച്ചയായി സംഘടനാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ വർഗീസ് അലക്സാണ്ടർ വേൾഡ് മലയാളി റീജിയണൽ ട്രഷറർ, അസോസിയേറ്റ് സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഇനി കേരള ഡെസ്ക്. ടി.പി. ചന്ദ്രശേഖരൻ വധവും നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പും പ്രക്ഷുബ്ധമാക്കിയ അന്തരീക്ഷത്തിൽ 32 ദിവസത്തെ നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. ജൂലൈ 31 വരെയാണ് സഭ സമ്മേളിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് പ്രധാന പരിപാടി. RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരന്റെ വധവും അതുമായി ബന്ധപ്പെട്ട് CPM-ലുണ്ടായ പൊട്ടിത്തെറിയും സഭയെ ഉലയ്ക്കും. കഴിഞ്ഞ സഭാ സമ്മേളനത്തിന് ശേഷം സർക്കാർ 18 ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചു. ഇതിൽ 3 ബില്ലുകളായി സഭയുടെ ആദ്യ ദിവസങ്ങളിൽ വരും. ബാക്കി കാര്യോപദേശക സമിതി കൂടി തീരുമാനിക്കണമെന്ന് സ്പീക്കർ G. കാർത്തികേയൻ പറഞ്ഞു. നിയമനിർമ്മാണത്തിനായി 11 ദിവസമാണ് നീക്കിവച്ചിരിക്കുന്നത്. ജൂലൈ 25-ന് ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സഹകരണ ഭേദഗതി ബിൽ, ആരോഗ്യരക്ഷാ സേവന സ്ഥാപന ബിൽ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 2ാം ഭേദഗതി ബിൽ എന്നിവ സഭയുടെ പരിഗണനയ്ക്കെത്തും. 6 കോടി രൂപ ചെലവിട്ട് പരിഷ്കരിച്ച ഹാളിലാണ് ഇക്കുറി സഭ സമ്മേളിക്കുന്നത്. ആധുനിക ഉപകരണങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഏർപ്പെടുത്തി സഭാ നടപടികൾ വെബ്കാസ്റ്റ് ചെയ്യും. ഈ സമ്മേളനം മുതൽ സഭാ നടപടികൾ വെബ്സൈറ്റിൽ ഓൺ ഡിമാൻഡിലും ലഭിക്കും. നിയമസഭ ഹരിത ക്യാമ്പസ് ആക്കുന്നതിനുള്ള നടപടി തുടങ്ങി. നിയമസഭാ ഹോസ്റ്റലിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചു. നിയമസഭാ മന്ദിരത്തിൽ സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും മഴവെള്ള സംഭരണി സ്ഥാപിക്കുന്നതിനും പ്രവർത്തനം ഉടൻ പൂർത്തിയാക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. CPM-ന്റെ പ്രമുഖ നേതാക്കൾ അറസ്റ്റിലായതും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പാർട്ടിയെ തിരിഞ്ഞുകുത്തിയതും പ്രതിപക്ഷത്തെ തികച്ചും നിരായുധരാക്കും. മറിച്ച് ഭരണപക്ഷമാകട്ടെ കയ്യിൽ വീണുകിട്ടിയ ആയുധങ്ങൾ നന്നായി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ഫലം മാത്രമാണ് സർക്കാരിനെ അല്പമെങ്കിലും ജാഗ്രതയിൽ നിർത്തുന്നത്. ഈ മാസം 15-നാണ് ഫലം വരുന്നത്. കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ CPM അംഗമായി പങ്കെടുത്ത R. സെൽവരാജ് ഇക്കുറി കോൺഗ്രസ് അംഗമായി തിരിച്ചെത്തിയാൽ പ്രതിപക്ഷത്തിന് അത് താങ്ങാവുന്നതിനപ്പുറമാകും. മറിച്ചാണ് ഫലമെങ്കിൽ സർക്കാർ സഭയിൽ നന്നായി വിയർക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇലക്ഷൻ ഫണ്ട് സ്വരൂപണത്തിൽ ഇതാദ്യമായി ഒബാമയെ കടത്തിവെട്ടി റൊംനിയുടെ മുന്നേറ്റം. തീവ്രവാദികളെ സഹായിക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ തങ്ങൾ സഹികെട്ടെന്ന് ലിയോൺ പെനേറ്റ. അമേരിക്കൻ സൈനികരുടെ ആത്മഹത്യാ നിരക്ക് വർധന പെന്റഗണെ വിഷമവൃത്തത്തിലാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ ചെറുക്കാൻ US ഫെഡറൽ റിസർവ് ബാങ്ക് പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നു. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.